മാലിന്യം തള്ളുന്നതിനെതിരെ സന്ദേശവുമായി കുരുന്നുകൾ അഭിനയിച്ച ഷോർട്ട് ഫിലിം ശ്രദ്ധേയമാകുന്നു. പൊതുസമൂഹത്തിന് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവുമായി തളിപ്പറമ്പ് ഞാറ്റുവയൽ അംഗൻവാടിയിലെ പിഞ്ചുകുഞ്ഞുങ്ങളാണ് ഷോർട്ട് ഫിലിമിൽ അണിനിരന്നത്. നമ്മുടെ നാട് മാലിന്യമുക്തമാകേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാറ്റുവയൽ അംഗൻവാടിയിലെ കുരുന്നുകൾ ഷോർട്ട് ഫിലിമിലൂടെ. അംഗൻവാടി അധ്യാപിക കെ സ്മിതയുടെയും ഹെൽപ്പർ പി വി പ്രേമയുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിലാണ് വ്യത്യസ്തമായ ഹ്രസ്വചിത്രം ഒരുക്കിയിരിക്കുന്നത്. തളിപ്പറമ്പ് നഗരസഭയിൽ നിന്ന് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് നൽകിയിരുന്നു. അംഗൻവാടി അധ്യാപിക സ്മിതയോട് കുട്ടികളെ ഉൾപ്പെടുത്തി വ്യത്യസ്തമായ ഒരു പരിപാടി അവതരിപ്പിക്കാനാകുമെന്ന് ICDS സൂപ്പർവൈസർ ചോദിച്ചതോടെയാണ് ഷോർട്ട് ഫിലിം എന്ന ആശയത്തിലേക്കെത്തിയത്. എല്ലാവരുടെയും പിന്തുണ കൂടിയായതോടെ 3-4 വയസ്സ് മാത്രം പ്രായമുള്ള കുരുന്നുകൾ അഭിനയിച്ച ഷോർട്ട് ഫിലിം പിറവിയെടുത്തു. 6 ദിവസം കൊണ്ടാണ് 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രം ഷൂട്ട് ചെയ്തത്. വീഡിയോ ഷൂട്ട് ചെയ്തതും എഡിറ്റിംഗ് ഉൾപ്പെടെ നിർവഹിച്ചതും രക്ഷിതാക്കളാണ്. അംഗനവാടിക്ക് സമീപമുള്ള 2 വീടുകളിലായാണ് ചിത്രീകരണം നടന്നത്. അംഗൻവാടിയിലെ 34 കുരുന്നുകളും ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു. ഉള്ളടക്കം കൊണ്ടും അവതരണം കൊണ്ടും ഇതിനോടകം തന്നെ ഈ ഹ്രസ്വചിത്രം ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾക്ക് നഗരസഭയിൽ നിന്ന് ഒരു മാലിന്യമുക്ത കേരളവുമായി ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളെ നഗരസഭയിലെ സെക്രട്ടറി പറഞ്ഞു, നിങ്ങളെ കുട്ടികളെ വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മളോട് ചോദിച്ചിന്. അപ്പോൾ ആ സംഭവം അന്ന് തന്നെ സൂപ്പർവൈസർ എന്നെ വിളിച്ചു, ICDS സൂപ്പർവൈസർ വിളിച്ചു പറഞ്ഞു, ടീച്ചർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഇതെന്തായാലും ചെയ്യാൻ പറ്റും, ടീച്ചർ ഇത് ചെയ്യണം, രക്ഷിതാക്കളും കുട്ടികളെയും ഓടും പറഞ്ഞ് ഇതെന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള മുന്നോട്ടേക്ക് വന്നത്. 20 വർഷത്തിലേറെയായി അംഗൻവാടി പ്രവർത്തിക്കുന്നത് പ്രിയദർശിനി കലാസമിതിയുടെ വാടക കെട്ടിടത്തിലാണ്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഷോർട്ട് ഫിലിമിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ ഷോർട്ട് ഫിലിം കണ്ട് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.